ഹായ് ഗായ്സ്, ആദ്യമേ പറയാം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കത്തില്ല. കാരണം ഇതെൻ്റെ കാലിൽ ആണി വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. ആർക്കെങ്കിലും ഉപയോഗപ്രദമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിരുന്നത്. ഈ വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ അയ്യേ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആർക്ക് വേണോ വരാമെന്നുള്ളൊരു രോഗമാണ്, പക്ഷേ പകരുന്നതല്ല എന്നും ആദ്യം തന്നെ പറയാം. അപ്പം ഞാൻ എന്നെപ്പോലെ ഇത് എന്ത് ചെയ്യണം, ഏത് ഡോക്ടറിനെ കാണണം എന്നൊന്നും അറിയാതെ സംശയിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് ആവും. ഞാനിതൊരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയ സാധനമാണ്. ഞാനിത് എങ്ങനെ ആർക്ക് കാണിക്കുമെന്ന് ആരുടെ അടുത്ത് കാണിക്കും എന്നൊന്നും അറിയാതെ ഇരുന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അതിലാണ് പറയുന്നത് നമുക്കിതിന് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ദ കോൺ ക്യാപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കുന്നു. അങ്ങനെ ഞാനും വാങ്ങിച്ചു അതുപോലത്തെ ഒരു സാധനം. ഇതിൻ്റെ യൂസും ഇത് എത്ര ദിവസം വച്ചിരിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുള്ള പേപ്പറിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ആദ്യമേ വേറൊരു കാര്യം കൂടെ പറയാം, എല്ലാവരും ഇത് തന്നെ ചെയ്യാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഓക്കെ ആവുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ തന്നെ പോയി കണ്ടേ പറ്റുള്ളൂ. നല്ല വേദനയും പഴുപ്പും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ. ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. ഇത് യൂസ് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ കാലിൽ ഇച്ചിരി ഉപ്പിട്ട ചെറിയ ചൂടുവെള്ളം കൊള്ളുകയും നമ്മൾ ആ ഒരു ഭാഗം നമ്മളൊന്ന് സ്ക്രബ് ചെയ്തോളൂ. നമ്മൾ കാലിൽ പൂറ്റിയൊക്കെ സ്ക്രബ് ചെയ്യുമല്ലോ, സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് കാലിൽ യൂസ് ചെയ്യാനുള്ള സ്ക്രബ്ബർ, അടുക്കളയിൽ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ അല്ല, അത് യൂസ് ചെയ്ത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചില്ല, ഞാൻ ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്താണ്, അതിൻ്റെ എൻ്റെ കാലിലുള്ള സാധനം ഇളവി പോയോ എന്നുള്ളതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ കാണാൻ വേണ്ടി നമ്മൾ മുറിവിലൊക്കെ ഒട്ടിക്കുന്ന ബാൻഡേഡ് പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഈ വട്ടത്തിലൊരു സാധനം ഉണ്ട്, അത് നമ്മളുടെ ആണി വരുന്ന ആ പോർഷനിൽ വരുന്ന രീതിയിൽ ഒട്ടിക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ എൻ്റെ കാലിയാണ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് തന്നെ വല്ലാണ്ടായിപ്പോൾ, ഇതെന്തൊരു സാധനം എന്തോ പോലെയൊക്കെ തോന്നി എനിക്കിത് ഫസ്റ്റ് ഡേ കണ്ടപ്പോഴത്തേക്കും. ഈശ്വര, എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് പേടിയുണ്ടായിരുന്നു. ഒരു പാക്കറ്റിനകത്ത് 4 ബാൻഡേജ് പോലത്തെ സാധനമാണ് ഉണ്ടായിരിക്കുന്നത്. ആ 4 യൂസ് ചെയ്തു എന്ന് വിചാരിച്ച് ഇത് ഇളവി പോകണമെന്നൊന്നുമില്ല. എനിക്ക് 8 യൂസ് ചെയ്ത്, ഞാൻ എട്ടാമത്തത് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അതൊന്ന് റിമൂവായി കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് സെക്കൻഡ് ഡേ എൻ്റെ കാലിത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 8 യൂസ് ചെയ്ത ശേഷം ഫൈനൽ ഡേ ആണ് ഈ കാണുന്നത്. അതിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് നമ്മളിത് വലിച്ചിളക്കാനൊന്നും പാടില്ല, ആ സ്റ്റിക്കറിൻ്റെ കൂടെ ഇളവി വരും. വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഇങ്ങനൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയത്. പിന്നെ ഇതേപോലെ എനിക്ക് കാലിൽ 2 ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്തും ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഇനി വേദന കൂടുമ്പോൾ ഞാൻ അതിൽ ഇത് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു ഫൈനലായിട്ട് എനിക്കുണ്ടായിരുന്നത്. അപ്പോഴത്തെ ഈ കാണുന്നത് ആണിയെല്ലാം റിമൂവ് ആയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കാലാണ്. അവിടെ ആ ഒരു ഇതുണ്ടായിരുന്നു, അവിടെ ഒരു ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ പിന്നെ അത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ യൂസ്ഫുള്ളായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.